ഹലോ, ഞാൻ കെസിയ തോട്ടം ടു തട്ട് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇറച്ചിക്കറിയും മീൻ കറിയും ഒക്കെ വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ടല്ലേ വെക്കാറ്. ആ മല്ലിപ്പൊടി തയ്യാറാക്കുന്നതിൽ ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ മനസ്സ് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കറികളുടെ ഒക്കെ രുചിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചിലർ മല്ലിപ്പൊടി നല്ല ഭംഗിയുള്ള പാക്കറ്റുകളിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത് വാങ്ങിക്കും അല്ലേ. ചിലർ മില്ലുകളിൽ നിന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ചിലർ മല്ലി വാങ്ങി കഴുകി പൊടിപ്പിച്ച് ഉപയോഗിക്കുന്നവരുമുണ്ട്. പക്ഷേ ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പം ഞാൻ ചെയ്യുന്നത് മല്ലി വാങ്ങി കഴുകി വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് ചോട് കട്ടിയുള്ള ഒരു ചീഞ്ചട്ടിയിലിട്ട് ഒന്ന് വറക്കും. അപ്പം ഒരു 5 മിനിറ്റ് വറുത്താൽ മതി. ഇത് ചെറുതായിട്ട് മല്ലി പൊട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ പൊട്ടാനായിട്ട് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റൗ ഓഫാക്കി കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കുക. ഇളക്കി കഴിയുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് ചൂടാറും. അപ്പോൾ ആ ചൂടാറുമ്പോൾ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിക്കുക. ആ പൊടിച്ച് കഴിയുമ്പോൾ ആ മല്ലിപ്പൊടി എന്നൊരു സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതും കൊണ്ടുണ്ടാക്കുന്ന കറിക്ക് എത്രത്തോളം രുചിയുള്ള കറിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയവും വേണ്ട, ഒരുപാട് കഷ്ടപ്പെടുകയും വേണ്ട. ചെറിയൊരു മാറ്റം വരുത്താനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കറികളിൽ ഉണ്ടാകുന്ന ടേസ്റ്റിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയാണ്. അപ്പോൾ ഇനി നിങ്ങൾ മല്ലി വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം, ടേസ്റ്റിൻ്റെ വ്യത്യാസം എത്രയാണ് എന്നുള്ളത്. കറിയുടെ രുചിയും മണത്തിനും ഒക്കെ നല്ല വ്യത്യാസം വരും. കറിയുടെ രുചിക്ക് ഉണ്ടാകുന്ന മാറ്റം മാത്രമല്ല കേട്ടോ, നമുക്കറിയാം ഇതുപോലെയുള്ള പൊടികളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ കേടാവാതിരിക്കാനായിട്ട് ചേർക്കുന്ന പ്രിസർവേറ്റീവ്സിനെ കുറിച്ചും അതുപോലെ തന്നെ മായം ഒക്കെ അല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മൾ വാങ്ങിച്ച് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് പൊടിക്കാൻ പറ്റിയ സാധനങ്ങളെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ പൊടിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.